ഇന്നത്തെ നമ്മുടെ ലെസൺ എബൌട്ട് എന്ന വേർഡിനെ കുറിച്ചാണ്. എബൌട്ട്, എബൌട്ട് ടു ആൻഡ് നോട്ട് എബൌട്ട് ടു. എബൌട്ട് ടു എന്ന വാക്ക് ആദ്യം നോക്കാം. എബൌട്ട് ടു എന്ന വാക്കിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ഡിഫറൻറ്റ് മീനിങ്സ് മാത്രമാണ്. വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് മീനിങ്സ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് എബൌട്ട് 5 miles to town എന്ന് പറയുന്നു. ഇറ്റ്സ് എബൌട്ട് 5 miles to town എന്ന് പറയുമ്പോൾ അവിടെ എബൌട്ട് എന്ന വാക്കിന് മീനിങ് ക്ലോസ് ടു അല്ലെങ്കിൽ എറൗണ്ട് എന്നാണ്. ഏകദേശം, ടൗണിലേക്ക് ഏകദേശം ഒരു 5 മൈൽ ദൂരം ഉണ്ട് എന്ന്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവല്ല. കൃത്യമായിട്ട് എത്രയാണ് എന്നറിയില്ല. ചിലപ്പോൾ അതൊരു 5.2 miles ആവാം, അതും അല്ലെങ്കിൽ അതൊരു 4.9 miles ആവാം. എക്സാക്റ്റ് ആയിട്ട് എത്രയാണെന്ന് ഐ ഡോണ്ട് നോ. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് എബൌട്ട് 5 miles to town. അതുപോലെ തന്നെ സമയമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് എബൌട്ട് 3 o'clock. ഇറ്റ്സ് എബൌട്ട് 3 o'clock. അവിടെയും എക്സാക്റ്റ് ഉള്ള ടൈം നമുക്ക് അറിയില്ല. അപ്പോൾ 3 o'clock ഏകദേശം 3 o'clock ആയിരിക്കാം, അല്ലെങ്കിൽ 3 o'clockന് അടുത്തായിരിക്കാം. ചിലപ്പോൾ അതൊരു 2:45 ആവാം, അതല്ലെങ്കിൽ ഒരു 3:05 ആവാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഏകദേശം എന്നല്ലെങ്കിൽ ക്ലോസ് ടു എന്ന അർത്ഥത്തിൽ നമുക്ക് എബൌട്ട് ഉപയോഗിക്കാം. അതാണ് എബൌട്ട് എന്ന വാക്കിൻ്റെ ഒരു മീനിങ്. ഇനി നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിക് എന്താണ്, അതിൻ്റെ സബ്ജക്റ്റ് എന്താണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എബൌട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ മൂവി ടൈറ്റാനിക് എബൌട്ട് എന്ന് ചോദിച്ചാൽ ടൈറ്റാനിക് മൂവി എന്തിനെ കുറിച്ചാണ്, എന്താണ് അതിൻ്റെ ടോപ്പിക്, എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ മൂവി ടൈറ്റാനിക് എബൌട്ട്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച്. പിന്നെ നമ്മൾ ഒരാളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ വാട്ട് ആർ യു തിങ്കിങ് എബൌട്ട്, വാട്ട് ആർ യു തിങ്കിങ് എബൌട്ട്, എന്താണ് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്, എന്തിനെ പറ്റിയാണ് ആലോചിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവിടെ എബൌട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് ഡിഫറൻറ്റ് മീനിങ്സ്. ഇനി നമ്മൾ നോക്കുന്നത് എബൌട്ട് ടു. എബൌട്ട് കഴിഞ്ഞിട്ട് ഒരു ടു ഉപയോഗിക്കുന്നത് എവിടെയാണ്? അത് വളരെ കൃത്യമായി പറഞ്ഞാൽ ബി എബൌട്ട് ടു എന്നാണ്. ബി എന്നത് നമുക്ക് എന്തും ആവാം. ഈസ് എബൌട്ട് ടു, ആർ എബൌട്ട് ടു, വാസ് എബൌട്ട് ടു, വേർ എബൌട്ട് ടു, ആം എബൌട്ട് ടു എന്നൊക്കെ ആകാം സബ്ജക്റ്റ് അനുസരിച്ച്. എവിടെയാണ് എബൌട്ട് ടു ഉപയോഗിക്കുന്നത്? ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പോകുന്നു, വളരെ പെട്ടെന്ന്, ഒരുപാട് താമസിച്ചിട്ടല്ല, വളരെ പെട്ടെന്ന് തന്നെ. ഐ ആം ഗോയിങ് ടു ഡു സംതിങ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഐ ആം എബൌട്ട് ടു ഡു സംതിങ് എന്ന് ഉപയോഗിക്കാം. എബൌട്ട് ടു ഡു എന്ന് പറയുമ്പോൾ ഗോയിങ് ടു ഡു വെരി സൂൺ. നമുക്ക് സബ്ജക്റ്റ് ഐ ആവുമ്പോഴാണ് ആം എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഹീ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹീ ഈസ് എബൌട്ട് ടു ഗോ ദർ, അവൻ അവിടേക്ക് പോകാൻ പോവുകയാണ്. ഹീ ഈസ്. ദേ ആർ എബൌട്ട് ടു ഗോ ദർ, ദേ ആർ. വി ആർ എബൌട്ട് ടു ഗോ ദർ, വി ആർ. യു ആർ എബൌട്ട് ടു ഗോ ദർ, നിങ്ങൾ അവിടേക്ക് പോകാൻ പോവുകയാണ്, പെട്ടെന്ന് തന്നെ പോകും അവിടെ. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ്, ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, അതുപോലെ ഗീത വാസ്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വേർ ഉപയോഗിക്കുക. ദേ വേർ എബൌട്ട് ടു ഗോ, വി വേർ എബൌട്ട് ടു ഗോ, അങ്ങനെ. അപ്പോൾ എബൌട്ട് ടു എന്ന് ഉപയോഗിക്കുന്നത് ഗോയിങ് ടു ഡു സംതിങ് സൂൺ എന്ന് പറയുന്നതിനാണ്. ഐ ആം എബൌട്ട് ടു ഹാവ് മൈ ഡിന്നർ, ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്, ഇപ്പോൾ തന്നെ കഴിക്കും എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ, ദ മൂവി ഈസ് എബൌട്ട് ടു ബിഗിൻ, മൂവി ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഗോയിങ് ടു സ്റ്റാർട്ട് നൗ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ മൂവി ഈസ് എബൌട്ട് ടു ബിഗിൻ. ഐ കാൺട്ട് ഡു ദാറ്റ് വർക്ക് നൗ, ആ വർക്ക് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഐ ആം എബൌട്ട് ടു സ്ലീപ്പ്, ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. ഐ ആം എബൌട്ട് ടു ഗോ ടു ക്ലാസ്, ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് ടു യു നൗ. ഐ ആം എബൌട്ട് ടു ഗോ ടു ക്ലാസ്, ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് ടു യു.
ഇപ്പോൾ നിന്നോട് എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നോട്ട് എബൌട്ട് ടു ഉപയോഗിക്കാം. നോട്ട് എബൌട്ട് ടു എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. നോട്ട് എബൌട്ട് ടു എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരു ഇൻറ്റൻഷനുമില്ല, ഒരാഗ്രഹവുമില്ല, നമ്മളത് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നതിനാണ് നോട്ട് എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. ഐ ആം നോട്ട് എബൌട്ട് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് എബൌട്ട് ടു ഗോ ദർ, ഞാൻ അവിടെ പോകാനൊന്നും പോകുന്നില്ല, അതായത് എനിക്ക് അവിടെ പോകാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. എപ്പോഴും ഈ എബൌട്ട് ടു ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഐ ആം എബൌട്ട് ടു ഗോ ദർ ടുമാറോ എന്ന് പറയാൻ പാടില്ല. കാരണം ടുമാറോ എന്നൊരു ടൈം അവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പോകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എബൌട്ട് ടു, നോട്ട് എബൌട്ട് ടു അല്ലെങ്കിൽ എബൌട്ട് ഒക്കെ ഉപയോഗിക്കാം. എബൌട്ട് ടു ഉപയോഗിക്കുമ്പോൾ എന്താണ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബ് ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ആകാം. അത് കഴിഞ്ഞ് എബൌട്ട് ടു ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഐ ആം എബൌട്ട് ടു ഗോ. ഗോ എന്നത് വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ആണ്. അപ്പോൾ എബൌട്ട് ടു കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് V1 ഫോമാണ്. ദ മൂവി ഈസ് എബൌട്ട് ടു ബിഗിൻ. അവിടെ ബിഗിൻ എന്നത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ദ മൂവി എന്നത് സബ്ജക്റ്റാണ്. ഇനി നോട്ട് എബൌട്ട് ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് നോട്ട് എബൌട്ട് ടു. അത് കഴിഞ്ഞാൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ എബൌട്ട് ടു, എബൌട്ട്, അതുപോലെ നോട്ട് എബൌട്ട് ടു ഒക്കെ ഉപയോഗിക്കാൻ വളരെ ഈസി ആയില്ലേ?